നമസ്കാരം, പ്രദീപ് തൈലാണ്. ഇന്നത്തെ അവധി ദിവസം നമ്മുടെ നാട്ടിൽ തന്നെ ഈ മഴയൊക്കെ ആസ്വദിച്ച് നടക്കാൻ കരുതി ഇറങ്ങി. നാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ വേണ്ട നല്ല ഹരിതാപമായൊരു നാടാണ്. ഈ നാട്ടിലൂടെ നടക്കുമ്പോൾ നമ്മളെ വിഷമിപ്പിച്ച ചില കാഴ്ചകളൊക്കെ ഉണ്ട്, സന്തോഷിപ്പിച്ച കാഴ്ചയുണ്ട്. രണ്ടും കാണിച്ചു തരാം. അപ്പോൾ സന്തോഷിപ്പിച്ച കാഴ്ച എന്നുള്ളത് പരിസ്ഥിതി ദിനത്തിൽ എൻ്റെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് കൊടുത്ത 2 നെല്ലിമരങ്ങളുടെ തൈകൾ നമ്മളിവിടെ നട്ടിരുന്നു. ഈ കനാലിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ നട്ടിരുന്നു. അത് വലിയ മരമായിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത വർഷമോ അല്ലെങ്കിൽ പിന്നത്തെ വർഷമോ അത് കായ്ക്കും. അതുപോലെ തന്നെ ഇവിടെ നട്ട മാവാണ് കേട്ടത്, മാവും തൈയാണ് വളർന്നു. ഇത്തവണ ഇത് കായ്ച്ചിരുന്നു, പക്ഷേ മാങ്ങയൊന്നും കിട്ടിയില്ല. മുരിങ്ങയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കട്ടെ. ഇനി വിഷമിപ്പിക്കുന്ന കാഴ്ച എന്താണെന്ന് കാണിച്ചു തരാം. അതിരപ്പള്ളി തുമ്പൂർമുഴിയിൽ നിന്ന് തിരിഞ്ഞു വരുന്നൊരു കനാലാണ് കേട്ടത്. വലതുകര കനാൽ എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ മാള വരെയൊക്കെ ഇതിൻ്റെ വെള്ളം കൃഷി ആവശ്യങ്ങൾക്കായിട്ട് എത്താറുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ, സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഇറങ്ങി കുളിച്ചിരുന്ന ഒരു കനാലാണിത്. ഇതിലേക്ക് ഇപ്പം നോക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നാം. അത്ര ശുദ്ധജലം ഒഴുകിയിരുന്ന ഒരു കനാലിൻ്റെ അവസ്ഥ കാണുമ്പോൾ അത്രമാത്രം അധപതിച്ചു പോയി. മാലിന്യങ്ങൾ നിറഞ്ഞ് ഇതിലേക്ക് നിറങ്ങി കൈ കഴുകാനോ കാല് കഴുകാനോ പോലും തോന്നാത്തത്രയും മോശപ്പെട്ട ജലമാണ് ഇതിൽ ഒഴുകുന്നത്. ഈ ഒരു കടവ് കണ്ട, ഈ കടവ് എന്നുള്ളത് കന്നുകാലികൾക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ സ്ലോപ്പായിട്ട് നിർമ്മിച്ചതാണ്. ഇതിലെ കല്ലുകളൊക്കെ ഇളകിപ്പോയി. ഒരാൾക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി. ഒരാരും കന്നുകാലികളിവിടെ കൊണ്ടുവരുന്നതുമില്ല, കുളിപ്പിക്കുന്നുമില്ല. കാരണം അത്രയും മോശപ്പെട്ടതാണ്. ഈ ഇറിഗേഷൻ വകുപ്പിൻ്റെ സംരക്ഷണത്തിലുള്ളതാണ് ഈ കനാല്. ഇവർ എപ്പോഴെങ്കിലും ഈ കനാലിൻ്റെ ചുറ്റുവട്ടത്ത് കൂടെ നടന്നെങ്കിലും നോക്കണം ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അവിടെ ഒരു മരം ഒടിഞ്ഞു കിടക്കുന്നത് കണ്ട. ആ മരം ഒടിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായെന്നറിയാമോ? അതിൽ ആ മരത്തിൻ്റെ കമ്പുകൾ തടഞ്ഞ് അതിൽ വേസ്റ്റ് അടിഞ്ഞു കൂടിയിരിക്കുക. ഇതൊരു നിശ്ചിതമായൊരു ദൂരത്തിലുള്ള കാഴ്ച മാത്രമാണ് കേട്ടോ. ഈ 2 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോഴൊക്കെ ഇതിലെ ചേറ് നീക്കുന്ന ഒരു ഏർപ്പാടുണ്ട് കേട്ടോ. അത് അതിലും വലിയ കോമഡിയാണ്. ഇതിലത്തെ ചേറ് ഇതിൻ്റെ അടിയിൽ ശരിക്കും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് പോയതാണ്. ഇതിലത്തെ ചേറ് എടുത്തിട്ട് കുറച്ച് ഭാഗം കരയിലേക്ക് കയറ്റിയിടും. ഈ 2 കരകളിലെങ്കിൽ കുറച്ച് ഭാഗം കയറ്റിയിടും. ബാക്കിയുള്ളത് ഇതിൻ്റെ അകത്ത് തന്നിട്ട് തട്ടി നിരത്തി ലെവലാക്കും. ചാലക്കുടി പുഴയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം തന്നെയാണ് ഈ കനാലിലുള്ളത്. ഇത്രയും ശുദ്ധജലം ഒഴുകിയിരുന്ന കനാലിലേക്ക് മാലിന്യങ്ങൾ തള്ളി വൃത്തികേടാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണം. നിശ്ചിത ദൂരത്തിൽ ക്യാമറകൾ സ്ഥാപിക്കുകയും വേണം. എത്രയോ പേർക്ക്, കഴിഞ്ഞ തലമുറയിൽ എത്രയോ പേർക്ക് നീന്തൽ പഠിക്കാൻ പറ്റുമായിരുന്ന ഒരു വലിയ കനാലായിരുന്നു ഇത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതിൽ ഇറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഇതിനൊക്കെ മാറ്റം വന്നേ തീരൂ. പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഒതുങ്ങി പോകരുത് നമ്മുടെ പ്രകൃതി സ്നേഹം. മറ്റുള്ള ദിവസങ്ങളിലും നമ്മുടെ നാട്ടിൽ നമ്മൾ ഇറങ്ങുകയും നമ്മുടെ കാഴ്ചകൾ കാണുകയും ചെയ്യണം. എവിടെയാണ് പോരായ്മകൾ എന്നാൽ അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യണം. അല്ലാതെ ഒരു ദിവസത്തിലേക്ക് മാത്രമായി നമ്മുടെ പരിസ്ഥിതി സ്നേഹം ഒതുങ്ങി പോകാതിരിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിനം നേരുന്നു. നന്ദി, നമസ്കാരം.